കാര്യങ്ങൾ കേമായിട്ട് നടന്നോട്ടെ. ഇതാണ് ആ സാധനം. ഇതിന് ഓരോ സീസണുകളുണ്ടല്ലോ. 365 ദിവസം കടച്ചക്കാരെ വിഭവങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അവന് അത്ര ഇഷ്ടമാണ്. ഉണക്കമീനല്ലാട്ട കോമ്പിനേഷൻ എടുക്കുള്ളൂ. ഈ മുള്ളന്റെ തലയുണ്ടല്ലോ, ഈ വറുത്ത തല, ചുമന്നുള്ളി, പച്ചമുളക്, പുളി ചേർത്തിട്ട് അങ്ങോട്ട് അരച്ചു കഴിഞ്ഞാൽ പക്ഷെ പോവാൻ നേരത്ത് മഹാവിഷ്ണു ശിവനും പാർവതി അറിയാണ്ട് ഒരു കുരു മോഷ്ടിച്ചു. ഈ 350 പറ നെല്ലിന്റെ അരി കളയാൻ പറ്റില്ലോ. നമ്മുടെ അമേരിക്കയിലുള്ള ഒരു വീഡിയോ കാണുന്ന ഒരാളുണ്ട് കേട്ടോ. ആള് കുറേ കാർഷികമായിട്ടുള്ള ടിപ്പുകൾ നമുക്ക് പറഞ്ഞു തരും. ഒക്കെ നല്ല തന്നെയാണ്, അടിപൊളി തന്നെയാണ്. അവിടെ നമുക്കത് നടപ്പിലാക്കാൻ അമേരിക്കയും നമ്മളും തമ്മിൽ എത്ര സമയത്തിൻ്റെ വ്യത്യാസം തരുന്നത്? 24 മണിക്കൂറിൻ്റെ വ്യത്യാസം ഉണ്ടല്ലോ. അത് കാരണം നമുക്ക് അതിലത്തെ കുറേ കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റില്ല. നടപ്പിലാക്കാൻ പറ്റില്ല, സമയത്തിന്റെ വ്യത്യാസം കൊണ്ട് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിൽ സമയത്തിന്റെ കാലാവസ്ഥയുടെ വ്യത്യാസം കൊണ്ടോ അല്ല, എന്തിട്ടാണ് ആള് പറഞ്ഞിട്ട നിർദ്ദേശങ്ങള്? കുറേ സംഗതികൾ ഈ കൃഷിയിലെ അവിടെ ഉണ്ടാവണ പഴവർഗ്ഗങ്ങൾ അത് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റാത്ത കാലാവസ്ഥ, മണ്ണ്, അങ്ങനെയുള്ള പല മാറ്റങ്ങൾ കൊണ്ടല്ലേ. അല്ലാണ്ട് 4 മണിക്കൂർ എന്ന് പറഞ്ഞ ഞാൻ തമാശ പറഞ്ഞാണ്. അത് സമയത്തിന്റെ വ്യത്യാസം എന്ന് പറയുന്ന ഒരു പ്രശ്നമില്ലല്ലോ. അപ്പൊ ആ ആള് കുറെ ഇതുകൾ നിർദ്ദേശങ്ങൾ അയച്ചു തരും. അതിലത്തെ ഒരു വലിയൊരു സാധനമാണ് കേട്ടോ. ഇത് ഈ മുരിങ്ങയില്ലേ, ആൾക്ക് അവിടെ മുരിങ്ങ ഇഷ്ടം പോലെ മുരിങ്ങയില കിട്ടും. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ഇതിന് മുകളിലേക്ക് വളർത്തിയിട്ട് കണ്ട നല്ല ഹൈറ്റ് ആയില്ലേ. ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുകളിലേക്ക് പോയി നമ്മൾ ചില്ലകളൊക്കെ വെട്ടി ഒതുക്കാറുണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളൊരു വെട്ടി ഒതുക്കാറില്ല. അപ്പോൾ വീണ്ടും പോവാം. അപ്പോൾ ഇഷ്ടം പോലെ മുരിങ്ങ ഇല കിട്ടാനായിട്ട് ആൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3-3.5 അടി ഉയരത്തിൽ ഈ മുരിങ്ങ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി കളയുക. അപ്പോൾ ഇവിടുന്ന് എപ്പോഴും ഇങ്ങനെ ചില്ലകൾ, നല്ല ഇളം ചില്ലകൾ അങ്ങോട്ട് വരും. അപ്പോൾ നമുക്ക് ഈ മുരിങ്ങയിലേക്ക് ഒരു ഭയങ്കര പ്രത്യേകത ഉണ്ടെന്ന് ആൾ പറയാം. അത് നമ്മുടെ കൺമുന്നിൽ എപ്പോഴും ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളത് വീട്ടിൽ കൂട്ടാൻ വയ്ക്കാനും തോരൻ വയ്ക്കാനും മുരിങ്ങയില പൊട്ടിക്കുള്ളൂ എന്ന്. അത് ഹൈറ്റിലായി കഴിഞ്ഞിട്ട് നമ്മൾ അതിന് മെനക്കെട്ടില്ല എന്ന്. അപ്പോൾ നമ്മുടെ ആരോഗ്യം അതിൻ്റെ ഒപ്പം നമുക്ക് കിട്ടണമെങ്കിൽ മുരിങ്ങയില നമ്മുടെ കൺമുന്നിൽ നമ്മുടെ എപ്പോഴും ഉണ്ടാവും. വേഗം തന്നെ അടുക്കളയിൽ നിന്ന് കാണുമ്പോൾ മുരിങ്ങയില ഇവിടെ ഫ്രണ്ടിലുണ്ടാവണം. അപ്പോൾ തന്നെ ചെന്ന് ഓടിച്ചെന്ന് പൊട്ടിക്കുക, നമ്മൾ കൈയോടെ ചെയ്യുക. അതാണ് അബദ്ധം പറ്റിയത്. അത് വീണ്ടും പറയാൻ, അതായത് ഇതെനിക്ക് ഒറ്റയ്ക്ക് ഇത് ഭയങ്കര കാനാണല്ലോ. ഇത് ഞാൻ വെട്ടോത്തി കൊണ്ട് വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറിഞ്ഞ് എൻ്റെ മേത്തിക്കാന് വീണ് ഞാൻ തന്നെ ചാവും. അപ്പോൾ ആരുംകോക്ക് നാൾ മരം സജീവിൻ്റെ ഇടയ്ക്ക് മരം മുറിക്കാൻ വന്നതായിരുന്നു. അപ്പോൾ ഇതൊന്ന് മുറിച്ച് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ മുറിച്ച് തന്നെ. അപ്പോൾ ഇത് അടിപൊളി ശ്രദ്ധയ്ക്ക് ഈ വേപ്പും മുറിക്കണം. അങ്ങനത്തെ 2 കാര്യങ്ങൾ. ഞാനിപ്പോൾ എന്താ ചെയ്യുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ 3 അടിക്ക് മുറിക്കില്ല, ബാക്കിയുള്ള ചിലകൾ വെട്ടി കളഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അതിൻ്റെ മുകളിലത്തെ മുരിങ്ങയില ഒന്നിനും കൊള്ളില്ല. ഒരു മോരടിച്ച ടൈപ്പാണ്. നല്ല തലകൾ വരുന്നല്ലോ, ചേരാട്ടൻ ചെയ്യുന്ന പോലെ. ഇപ്പോൾ നമ്മളെ എല്ലാ ദിവസവും കഞ്ഞി വെപ്പ് ഈ കൂടി ഇല്ല. കണ്ട ഇത് കഞ്ഞി വയ്ക്കും. ഇന്ന് വെച്ചോണ വിറക് കണ്ട, ഈ സാധനം കണ്ട, ഇത് ഇത്രക്ക് നീളത്തുള്ള സാധനമായിരുന്നു. ഇത് വിറക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മുടെ ഇത് എന്തിന്റെ പീസാ? ഇത് ഫ്ലൈവുഡും ഇതൊക്കെ കലർന്നിട്ടുള്ള ഒരു സാധനമാണ്. നമ്മുടെ അലമാരിയിൽ ഒരു ചേഞ്ച് വരത്തിപ്പോൾ ഉണ്ടായിരുന്നൊരു പീസാണ് കേട്ടത്, മാണിക്കിൻ്റെ. പക്ഷെ ആള് അരിയിൽ തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ അങ്ങോട്ട് ഇരുന്നോളും. ഇന്ന് സാരിക്ക് ഒരു അടിപൊളി സാധനം ഞാൻ വാങ്ങിച്ചോളന്ന് വെച്ചിട്ടുണ്ട്. പ്രത്യേക കുറേ നാളായിട്ട് പറയണതാ. കഴിഞ്ഞ കൊല്ലം പറ്റിയില്ലേ. ഇതാണ് ആ സാധനം. ഇതിന് ഓരോ സീസണുകളുണ്ടല്ലോ. കടച്ചക്ക സീസൺ ഉണ്ട്. ഇവള് കടച്ചക്കാരെ ഭയങ്കര ആരാധികയാണ്. ഇവ മാത്രമല്ല, നമ്മുടെ ആസ്ട്രേലിയയിലുള്ള ഷൈനുണ്ട്. അവന് നമ്മൾ വീഡിയോ ഇടുമ്പോൾ 365 ദിവസം കടച്ചക്കാരെ വിഭവങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അവന് അത്ര ഇഷ്ടമാണ്. ഇത്രയ്ക്ക് ഭ്രാന്തുണ്ടെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ് കടച്ചക്ക. അവൻ എപ്പോഴും പറയും, അജേട്ടാ കടച്ചക്കാരൻ്റെ ഈ മസാലക്കറി വയ്ക്കി, കടച്ചക്കാർ ഉപ്പേരി വയ്ക്കി, ഇങ്ങനത്തെ കാര്യങ്ങൾ. ചിലർക്ക് കടച്ചക്ക ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് കടച്ചക്കോട് അത്ര ഇഷ്ടമില്ല. അപ്പോൾ സരിത ഇന്ന് കടച്ചക്ക ഇവിടെ കാലത്ത് കഞ്ഞിയും കടച്ചക്കയും ഉച്ചയ്ക്കുള്ള കൂട്ടാനും മറ്റേ അതായത് കടച്ചക്ക കൊണ്ട് 2 തരം വിഭവങ്ങൾ ഉണ്ടാക്കാൻ പോണുള്ളൂ.
ഞാനാണ് ആ സാധനം വെട്ടിമുറിക്കാൻ പോകുന്നത്. ഏത് മുകളിലത്തെ അല്ലാന്നത് അരുൺ ഗോകുനോട് ചെയ്യിപ്പിച്ചാൽ മതി. ചേട്ടനും പറ്റില്ലത്. ഞാൻ കോണി വെച്ചിട്ട് ഞാൻ കോണി തോന്നില്ലേ കേറിയിട്ട് ചെയ്യണ്ടെന്നാ പറഞ്ഞേ. വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോകണ്ടെന്ന്. എന്നാലും നമ്മളൊന്ന് വെട്ടി നോക്കി നോക്കാം. കടാ അരുൺ ഗോകു എന്ന വാളും തന്നെ വേണ്ട ചേട്ടാ, പറയണത് കേക്ക്. അത് അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതി. അവൻ വരും 2 ദിവസത്തിനുള്ളിൽ. അതാ അത് നല്ലത്. എന്താണാവോ ദൈവമേ, പറയുമ്പോഴേക്ക് അനുസരിച്ചൂലോ. എന്ത് പറ്റിന്ന് വേറെ പണി ചെയ്യാം. നമ്മൾ കുറേ നാൾ മുമ്പ് മറ്റേ ഈ ചെത്തിയിലെ തണ്ടൊക്കെ മുറിച്ചിട്ട് മറ്റേതിൽ കുഴിച്ചിട്ട് ഉണ്ടാക്കിയില്ല. അതിട്ടാണ് ഞാൻ എടുത്ത് കുഴിച്ചിടാൻ പോവാ. അത് ചെയ്തോ. അതിൻ്റെ ഉള്ളിൽ പാമ്പുണ്ട് കേട്ടാ. ഇതിൻ്റെ അത് നനയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോണ് കാണാം ഒരു നീർക്കോലി. അപ്പോൾ ഇത് കാര്യം ചെയ്യാം. മറ്റേ ഞാനത് അങ്ങനെ എടുത്തുകൊണ്ടുവരാം. കണ്ടോ, ഇതാണ് നമ്മുടെ അന്നത്തെ നട്ടത്. നമ്മൾ നോക്കി കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ടാവും. ചിലതും പൂവിട്ടുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അയ്യോ, ഇതിൻ്റെ ഉള്ളിൽ കേടാണോ? കേടല്ലത്. അത് നിരത്തി വീണിട്ട് ചതഞ്ഞിട്ടുള്ളതാ. തഞ്ഞതെന്ന് പറയാനെ. കേടുന്നല്ലത്. കേടല്ല. പൂവല്ലോ. ഏത് അല്ല, അതൊക്കെ ചെത്തി കളയുമ്പോഴേ അത് വീഴ്ചയിൽ പറ്റുന്ന സംഗതികളാ. കണ്ട അത്ര ഭാഗം പോയി. ഒരു കുഞ്ഞു വർഷം പോയിട്ട് നമുക്കിപ്പോൾ എന്തോരം വേണം. കണ്ടത് പൂവ് വരിണ്ടായി. കണ്ടാ. അപ്പം നമ്മൾ അതാണ് ആളുകൾ പറഞ്ഞ തുമ്പ് ഭാഗം മൂത്തതല്ലാണ്ട് തുമ്പ് ഭാഗം വെട്ടി വെക്കണം എന്ന് പറഞ്ഞില്ലേ. എല്ലാതും പിടിച്ചേനെ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ. ഇതിനവിടെ കൊണ്ടൊന്ന് കുഴിച്ചിടാം. കുറച്ച് പേരൊക്കെ പോയിട്ടാ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊരിക്കലും പൂവില്ല, നന്നായിട്ടുണ്ടാവും എന്നുള്ള മനസ്സിലായി. 50 എണ്ണമാണ് നട്ടത്. എത്ര എണ്ണം കിട്ടിയെന്ന് നോക്കാം. കുറേ എണ്ണം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നാൾ നനയ്ക്കാണ്ടിരുന്നില്ല. അടുപ്പിച്ച് നനയ്ക്കാണ്ടിരുന്നല്ല പോയത്. അല്ല, നഴ്സറിയിൽ ഭാവി ഉണ്ട്. നഴ്സറിയിലേ ഇങ്ങനത്തെയൊക്കെ ചെയ്യുകയാണെങ്കിലേ മനസ്സിലായി. ഇതിനൊന്നും കാശുവരവില്ല സാധനമാണതേ. കുറച്ചും കൂടിയും അത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എല്ലാം കിട്ടിയേനെ. ഏറ്റവും ആദ്യം തൊട്ട്, അതായത് ഒന്നാമത്തെ കാര്യം, ഇതിനുണ്ടാക്കണ മണ്ണില്ലേ, ഇതിൽ വെക്കണ മണ്ണ്, അത് ആ ചകിരിച്ചോറ് തലേദിവസം വെള്ളത്തിൽ കുതിർത്തി. ചോറിലത്തെ വെള്ളം കഴിച്ചിട്ടുണ്ടാവും. വെള്ളം ഒഴിച്ചാല് കരിയണ മണമൊന്നും വരുന്നില്ല. എനിക്ക് വരുന്നുണ്ട്. ഇല്ല, ചോറിലത്തില്ല. അരിയുടെ മുകളിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒഴിച്ച് കഴിക്കുക. ഇതിലത്തെ ആയിരിക്കില്ല, ചോറിലത്തെ ആയിരിക്കില്ലേ. പക്ഷേ കരിയണ മണമെന്നല്ല ഞാനാ പറയണത്. വിഷയം ചേട്ടന് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ചേട്ടൻ കരിയണ മണം പറഞ്ഞിട്ട് ഓടി വന്നത് എനിക്ക് മനസ്സിലായി. എൻ്റെ മേലിൽ നിറയെ ഉറുമ്പ് പിടിച്ചു. എനിക്ക് എന്നിട്ട് പറയണ വിഷയം മാറ്റാനുള്ളതൊന്നുമില്ല. കരിയണ മണം വരുമ്പോൾ കരിയണ മണമല്ല വരുന്നതെന്ന് പറയാൻ പറ്റുമോ? അല്ല, അതല്ല എന്താ പറയാ ഇനിയിപ്പോൾ ഒരുവിധമൊക്കെ കരിഞ്ഞു നല്ല ഉണങ്ങി. ഇതൊക്കെ നനവ് കിട്ടാണ്ടേ. ഉണങ്ങില്ലേ, നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ പൊടിക്കും. ചിലതിന് വെള്ളം എത്തിയിട്ടില്ല. അപ്പോൾ അവരൊക്കെ ഒന്ന് വെള്ളം നന്നായിട്ട് പൊടിച്ചു കൊടുത്തു കഴിഞ്ഞാലേ. ഇന്നലെ വൈകുന്നേരം നനച്ചതാ. അയ്യോ, ഞാൻ ആകെ ഉറുമ്പ് പിടിച്ചു. നമ്മളാ സൂറത്തിലേക്കൊക്കെ പോയാൽ ഒരാഴ്ച ജഗ്ഗു നനച്ചിട്ടില്ല. ഇതിന് പുല്ലിന് മാത്രം നനച്ചിട്ടുണ്ടാവുള്ളൂ. ഇതിൻ്റെ കാര്യം അറിയണ്ടാവില്ല. സാരല്ലേ, അത് എത്രയും കിട്ടിയില്ലേ. നമ്മൾക്ക് ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഉണ്ടാവും, ഇഷ്ടം പോലെ ഉണ്ടാവും. മനസ്സിലായില്ലേ. 3, 6, 4, 10, 14, 4, 18, 20, 23 എണ്ണം ഉണങ്ങാണ്ട് കിട്ടി അടിപൊളിയായിട്ട്. അമ്പാണ്ടല്ലോ വെച്ച് 27 എണ്ണം പോയി. അല്ല, നമ്മൾ നോക്കാണ്ടാണെന്ന്. നോക്കാണ്ട് തന്നെയാ. ശരിയാ. ആകെ ഉറുമ്പ് മേടിച്ചു. എവിടെ എന്തുട്ടാ പുളി ഉറുമ്പ? എന്തെല്ലാ ടൈപ്പ് ഉറുമ്പുകളും മേടിച്ചു. സാരല്ലേ, ആക്കിയോ ഇഷ്ടം പോലെ സാധനം. ഇത് മതി. എന്തോരം വാങ്ങണ്ടേ. ഇവൾക്ക് ഒരു നേരത്തേക്ക് തിന്നാനുള്ളതാ. ഞാൻ എന്തോരം കഴിക്കുന്നുള്ളത് എല്ലാവർക്കും അറിയാം. കടച്ചക്ക കഴിക്കുന്ന പറഞ്ഞ് ഒരു കഷ്ണം വറുത്തരച്ച് ബാക്കിയുള്ളത് ഉപ്പേരി വയ്ക്കുക അല്ലേ. ഈ കടച്ചക്കേനെ കുറിച്ചിട്ടേ ഒരു കഥ നമ്മുടെ അച്ഛൻ പറയും. കടച്ചക്ക കൂട്ടാൻ വെക്കുമ്പോഴൊക്കെ പറയൂ. നീ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ട് കഴിഞ്ഞാൽ എനിക്കറിയാൻ പറ്റും. ഒരു ദിവസം മഹാവിഷ്ണു കൈലാസത്തിലേക്ക് വെറുതെ വിരുന്ന് വന്നു ശിവൻ്റെയും പാർവതിയുടെ അടുത്തേക്ക്. അപ്പം അവർ രണ്ടുപേരും പഴുത്ത ചക്ക വെട്ടി ചുള പറിച്ച് തിന്നാണ് ഭാര്യയും ഭർത്തായിരുന്നിട്ട്, ശിവനും പാർവതിയും. അപ്പോൾ മഹാവിഷ്ണു ചെന്നപ്പോൾ വിഷ്ണുവിനും കൊടുത്തു. അപ്പം കഴിച്ചപ്പോൾ നല്ല രസം, ഭയങ്കര ടേസ്റ്റ് ഉണ്ടല്ലോ, നല്ല രുചിയുണ്ടല്ലോ ഈ പഴം എന്ന് പറഞ്ഞു. അപ്പം ഇതാണ് ചക്കപ്പഴം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ തൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുരു ചോദിച്ചു. അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ പരമശിവൻ ഇതിൻ്റെ ചക്കക്കുരു കൊടുത്തു. ഇത് കൊണ്ടുപോയി കുഴിച്ചിട്ടോ എന്ന് പറഞ്ഞു. കൊടുത്തു.
അപ്പോൾ ഒരു കുര കിട്ടിയേ. അപ്പോൾ മഹാവിഷ്ണുവിന് ഒരെണ്ണം പോരാ, ഒരെണ്ണം കൂടി വേണമെന്നുണ്ട്. അപ്പോൾ ഒരെണ്ണം കൂടി തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു കുരയും കൂടിയും കൊടുത്തു. പക്ഷെ പോവാൻ നേരത്ത് മഹാവിഷ്ണു ശിവനും പാർവതി അറിയാണ്ട് ഒരു കുരു മോഷ്ടിച്ചു. അപ്പോൾ പരമശിവൻ ആദ്യം കൊടുത്തില്ലേ, അത് വരിക്കച്ചക്കേ, അത് കുഴിച്ചിട്ടത് വരിക്കച്ചക്കേ. എരന്ന് ചോദിച്ച് ഒരെണ്ണം വാങ്ങിച്ചില്ലേ, അത് പഴച്ചക്കേ. മോഷ്ടിച്ചതില്ലേ, അത് കടച്ചക്കേ. അതിന്റെ കുരുവില്ല, കടച്ചക്കയായി മാറി ഭൂമിയിൽ കൊണ്ടുവന്ന് കുഴിച്ചിട്ടപ്പോ. അങ്ങനെ പറയും നമ്മുടെ അച്ഛൻ കഥ. ഞാൻ കേട്ടിട്ടില്ലേ കഥ? ഇല്ലേ, ദൈവത്തിനറിയാത്ത ഈ പഴങ്ങളുണ്ടാ? അല്ല, വെറുതെ കഥയായിരിക്കും, കഥകള്. അതെ. ചട്ടി അടുപ്പത്ത് വെച്ചതിൽ ഉപ്പേരി കൂട്ടാൻ ഉണ്ടാക്കാനായിട്ടുള്ള കടച്ചക്ക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, ഉപ്പ്, ഒരു ലേശം മഞ്ഞൾപ്പൊടി. ചേട്ടാ ഇതിൽ ഇത്തിരി വെള്ളം. ഇത് വറുത്തരച്ച് വെക്കാനുള്ള കടച്ചക്കയാണ് കേട്ടോ. ഉണ്ടല്ലോ, ഇതാണ് ഇല്ല പറഞ്ഞത്, കണ്ടവാനായില്ലോ. അയ്യോ, ചോറ് കുഴഞ്ഞാ? അത്യാവശ്യം നന്നായി വെന്തു. ഇതിനെ കാണുമ്പോൾ കുഴഞ്ഞ പോലെ തോന്നും. പക്ഷേ ഈ അരിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഇരുന്ന് കലയ്ക്കും. അപ്പോൾ കുറച്ച് വേവ് അധികത്തിൽ ഇത് ഊറ്റിയെടുത്താലാണ് നമ്മൾ ചോറുണ്ണുമ്പോൾ നമുക്ക് പാകത്തിനുള്ള വേവിൽ കിട്ടുക. ഈ അരി ഫസ്റ്റത്തെ വട്ടം കറക്റ്റ് പാകം വേവിന് ഊറ്റിയിട്ട് ചോറുടെ സമയപ്പോൾ കല്ലച്ചു. വെള്ളം മുഴുവൻ ഒഴിച്ചതിൽ കടച്ചക്കയുടെ അവസ്ഥ എന്തിട്ടാ നോക്കിയാ ചേട്ടൻ? അത് വെന്തുണ്ടാവും. ഞാൻ ഇളക്കി നോക്കി. വെള്ളം ഉണ്ടായില്ലേ? വെള്ളം കഴിഞ്ഞു, വറ്റിക്കണല്ലോ ഏകദേശം. വെള്ളം വറ്റി. അയ്യോ, നോക്കി നോക്കി വെന്തോന്നു. വെന്തുണ്ട്. വായലിട്ട് നോക്കല്ല, കൈയോട് ചെക്കി നോക്ക്. വെന്തുണ്ട്. അത് ഇങ്ങോട്ടയും അപ്പോൾ ഇറക്കിക്കോ. ഇറക്കി ഇത് കുറച്ച് കഴിയുമ്പോൾ കാച്ചാം നമുക്ക്. ഈ ചട്ടി അടപ്പത്ത് വയ്ക്കുന്നു കേട്ടോ. ഇതിൽ പകുതി വെയിലടിക്കുന്നത്. അരിയിൽ ചോറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ, ആദ്യം നമുക്ക് കോൾപ്പാടത്ത് ഇവിടെ ഈ കൃഷി ഉണ്ടായിരുന്നു, നെൽകൃഷി ഉണ്ടായിരുന്നു. കുറേ നെല്ല് കിട്ടും, 350 പറ നെല്ല് കിട്ടും. 350-400 പറയൊക്കെ നെല്ല് കിട്ടും ഒരു പ്രാവശ്യം. അപ്പോൾ ഒരു തവണ ഈ പാടത്തെ കൊയ്ത് കഴിഞ്ഞിട്ട് അവിടെ കൊയ്ത് കഴിഞ്ഞിട്ട് കറ്റ മുഴുവൻ ഈ മരക്കരിയുണ്ട്, ഒരു ഇതുണ്ട്, അവിടെ കൊണ്ടുവന്നിട്ട് വെച്ചിട്ട് അവിടെ വെച്ചിട്ട് തന്നെ മെതിക്കുക. കറ്റ മെതിച്ച് നെല്ലാക്കിയിട്ടാണ് നെല്ല് ഇങ്ങോട്ട് കൊണ്ടുവരും. വയക്കൊരു നെല്ലും സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാം. അവിടെ ഈ അമ്മായി മാമനൊക്കെ ഉണ്ടല്ലോ, അവരാണ് നോക്കുന്നത്. അങ്ങനെ ഈ കറ്റിയില് കുറേ കൃഷിക്കാരുണ്ട്. എല്ലാവരും ഈ കുറേ പേര് കരയ്ക്ക് കൊണ്ടു വയ്ക്കും, കുറേ പേര് അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകും. പല സ്ഥലങ്ങളിലുള്ള ആളുകളൊക്കെയാണ് ഈ കൃഷിയൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഈ കരക്കിലേക്ക് കൊണ്ടുവന്ന് വെച്ചു. അത് കൊണ്ടുവന്ന് വെച്ചിട്ട് മെതിക്കണല്ലോ, നാളെ മറ്റന്നാളേക്കിനും മെതിക്കുക. 2 ദിവസമായിട്ട് മെതിക്കുക, 2-3 ദിവസം വേണം മെതിക്കാനൊക്കെ ആയിട്ട്. ആ സമയത്ത് മഴ പെയ്തു. കടുത്ത വേനൽക്കാലത്ത് ചുട്ട മഴ എന്ന് പറഞ്ഞിട്ട് 2-3 ദിവസം മഴ പെയ്തു. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഈ നെല്ല് ഇരുന്ന് പുഴുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കറ്റകൾ ഇരുന്നിട്ട് ഇത് അമർന്ന് ഈ മഴയുടെ ഇത് വന്നിട്ട് ആകെ പുഴുകി. എന്നാലും പിന്നെ വെയിൽ വന്നപ്പോൾ കംപ്ലീറ്റ് മെതിച്ചിട്ട് നെല്ല് ഇങ്ങോട്ട് കൊണ്ടുവന്നു. നെല്ല് കൊണ്ടുവന്നിട്ട് സാധാരണ പോലെ അമ്മ ചെമ്പ് ഉണ്ട്, വലിയ ചെമ്പ്, അതിലിട്ട് പുഴുങ്ങി നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയിട്ട് നെല്ല് കുത്തുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കുത്തി അരിയാക്കി കൊണ്ടുവന്ന് നമ്മൾ കഞ്ഞി കുടിക്കലാണ് പതിവ്. അങ്ങനെ അത് പുഴുങ്ങി കൊണ്ടുപോയി കുത്തിച്ച് കൊണ്ടുവന്നപ്പോഴുണ്ട് ആ ചോറ് വായയിൽ വയ്ക്കാൻ പറ്റില്ല. പുഴുക്കമണം, ഒരു എന്തുന്ന പറയാ അതിനെ. അത് ഈ 350 പറ നെല്ലിൻ്റെ അരി കളയാൻ പറ്റില്ലോ.
ഭക്ഷണി ഈ മറ്റേ അരിക്ക് ഭയങ്കരമില്ല. അത് ഞങ്ങൾ തിന്ന് കഴിച്ചു. പിന്നെ തിന്ന് കഴിക്കണത് അപ്പം നമ്മൾ വിചാരിക്കുക റേഷനരി വാങ്ങിയവർക്കൊക്കെ എത്രയോ സുഖമെന്ന് ആലോചിച്ചു. കാരണം ഇത് മടുത്ത് കഴിക്കാൻ പറ്റില്ല, അതുപോലത്തെയാണ്. പക്ഷെ കഴിച്ച് അവസാനിപ്പിച്ചു. ഇത്രയും നാൾ, കുറേ നാൾ, ഒരു 3-4 മാസക്കാലം ഞങ്ങൾക്ക് ഈ പുഴുകിയ ഇതായി നാശമായിട്ടുള്ള അരിയായിരുന്നു. അതൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെ എത്രയോ ഭേദം. അല്ല, ഇത് നല്ല അരി, ഇത് പൊട്ടാന്നല്ല ഞാൻ പറഞ്ഞേ. പൊട്ടാന്നല്ല ഞാൻ ഇതുകൾ പറയുന്നതിന്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക്, ചട്ടി ഭയങ്കര ചൂടായി, അതിലേക്ക് മല്ലിപ്പൊടി കഴിഞ്ഞോട്ട് ചേട്ടാ. മല്ലിപ്പൊടി ഇട്ടു, ഉള്ളതിട്ടു. തീ നന്നായി കത്തുന്നുണ്ട്, അത് കാരണം മുളക് പൊടി ഇട്ടു. പിന്നെ മഞ്ഞൾപ്പൊടി, വെള്ളം ഒഴിച്ച് വലിക്കട്ടോ മൂത്തപ്പോൾ. അപ്പോൾ മുളക്, മല്ലി, മഞ്ഞളൊക്കെ ചൂടാക്കിയിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു. അതിലേക്കാണ് നമ്മുടെ കടച്ചക്ക ഇടണം. എന്തേ നാവ് കൂട്ടി കടിച്ചു. ചുമക്കുമ്പോഴാ? ചുമക്കുമ്പോൾ ഇങ്ങനെ നാവ് കൂട്ടി കടിക്കുക അറിയില്ല. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഇതിലേക്ക് 2 പച്ചമുളക് കീറിയിടാം കേട്ടോ. അത് പിന്നെയും കയറിയിട്ടുണ്ട്, അത്രയും വലിപ്പമുള്ള കയറിയിടും. അത് എന്തിങ്ങനെ ഇതായിക്കോളും. വേപ്പില വേണ്ട? വേപ്പില വേണം. ഇത്തിരി വേപ്പില ഇടുന്നു കേട്ടോ, കറിവേപ്പില. ഒരു കഷ്ണം ഇഞ്ചി ചാച്ച് കിട്ടും. ഇതവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വറുത്തരച്ചിട്ടാണ് വെക്കണത്. നാളികേരം വറക്കണം. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ ചീഞ്ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. അതെ, വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് കുറച്ച് നാളികേരം ചെരുകിയതും, കുറച്ച് പെരിഞ്ചീരകം, പട്ട, ഏലക്കായ, ഗ്രാമ്പൂ, 2 മണി കുരുമുളക്, ഇതെല്ലാം ഇടാണ് കേട്ടോ. വെളുത്തുള്ളി, ചുമന്നുള്ളി ഇതായി. എന്തൊരു വേഗമായേ! നമ്മളിവിടെ നാളികേരം വറുത്തത് വളരെ പെട്ടെന്ന് തന്നെ ആയിട്ടാ. തീ അങ്ങനെ കത്തണമൊന്നുമില്ല, പക്ഷെ സാധനം വേഗമായി. അപ്പം നമ്മളിത് കോരിയെടുക്കുകയാണ്. അമ്മീം അരക്കണമെങ്കിൽ അരയ്ക്കാം. കുറേ നാളായി അമ്മീം എപ്പോഴും അങ്ങനെ പറയണേ. ചേട്ടൻ കഴിക്കില്ലേ? ഞാൻ കഴിക്കും. ഭയങ്കര ചൂടായില്ലേ? ഭയങ്കര ചൂട്. ആവശ്യമില്ല. ഇല്ല അല്ലേ, കാച്ചാൻ വേണം. ഈ കൂട്ടാൻ കാച്ചണം, അതും കാച്ചണം. നമ്മുടെ ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒപ്പം ഒരു ഉണക്കമീൻ. ഉണക്കമീനല്ലാട്ട കോമ്പിനേഷൻ, പപ്പടാണ്. പപ്പടം. പക്ഷെ നമ്മൾ ഉണക്കമീനാക്കി. ഇത് ഉണക്കമീനാണ് കേട്ടോ. അത് നമ്മളുണ്ടാക്കിയ ഉണക്കമീനാണ്. വെള്ളത്തിൽ ഞാൻ കുറച്ച് നേരം ഇട്ട് വെച്ചെന്നുള്ള ഉപ്പ് വെള്ളം പോകാനായിട്ട്. ഇത് വറക്കാനാണ് അത് വെച്ചോണത്. കാര്യങ്ങൾ കേമായിട്ട് നടന്നോട്ടെ. ഉണക്കമുള്ളനാണ്. നമ്മുടെ ഈ കൂട്ടാൻ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒന്ന് ഇളക്കി കാണാൻ നല്ല ഗ്ലാമറുണ്ട്. ശരിയല്ലേ? നമ്മുടെ മീൻ മനോഹരമായി വയറിലത്തെ ഉള്ളിലത്തേതൊക്കെ കളഞ്ഞ് കഴുകി കൊണ്ടു കേട്ടോ. നമുക്കിതിനെ വറക്കാനായിട്ട് നമ്മൾ ഈ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ സ്ഥിരമായി വറുത്തത് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നടുവിൽ മാത്രം. നമ്മുടെ തൃശ്ശൂർകാർ വറക്കണ രീതിയാണ് കേട്ടോ ഉണക്കമീൻ. അതായത് ഇതിൽ ഒന്നും മുളക് പൊടി അല്ലെങ്കിൽ വേറെ ഒന്നും ചേർക്കില്ല. മറ്റു പലരും ഈ ഉണക്കമീൻ വറക്കുമ്പോൾ മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുമെന്ന് പറയുന്നില്ല. സരിത ഇടിയെ പിടിക്കാണ്ടിരിക്കാൻ നമുക്കൊന്ന് അനക്കി കൊടുക്കാം. വെച്ചിട്ടൊന്ന് അനക്കി കൊടുക്കാം. ഇത് വാഴലയിൽ വറുത്താൽ ശരിയാവില്ല. ഉണക്കമീൻ മൊരിയണം കിടന്നു, അല്ലെങ്കിൽ ഇത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മുടെ മീൻ അടി പിടിക്കുമോ തേങ്ങ? അതിന് അനക്കി മറച്ചിട്ട് വയ്യാല മൊരിയെടുക്കാം. മൊരിയണല്ലോ മറയറ. ഈ സൈഡ് മൊരിഞ്ഞ
നമ്മൾ നാളികേരം വറുത്ത് അരച്ചത്. കലക്കിയിട്ട് ഒഴിക്കണം. അമ്മ ഇങ്ങനത്തെ അരച്ചിട്ട് കലക്കിയിട്ട് ആക്കും. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കുന്ന മുമ്പ് നമ്മൾക്ക് അതിന് തിരി തൊട്ട് വെറുതെ തിന്നും. അരപ്പിൻ്റെ തിന്നേ പണ്ടോരോ എന്തെങ്കിലുമൊക്കെ തിന്നാൻ വേണ്ടേ. ഇളക്കട്ടെ? സെറ്റാവട്ടെ. സെറ്റായി കഴിഞ്ഞാൽ കാച്ചാം. അടിപൊളി. ഉപ്പ് നോക്കി നോക്കിയേ. സരിതരായി കൂട്ടാൻ അടിപൊളിയായിട്ട് തിളച്ച് ഭംഗിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു സ്വല്പം ഞാൻ നോക്കിയപ്പോൾ ഒരു സ്വല്പം ഉപ്പ് പോരായിൻ്റെ. അപ്പോൾ സ്വല്പം ഉപ്പ് കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഈ കൂട്ടാനിൽ പോർക്ക് ഇട്ട് വയ്ക്കാട്ടാ, അടിപൊളിയാണ്, ഭയങ്കര രസമായിരിക്കും. പോർക്ക് ഇങ്ങനെ വെറുതെ ഇടുക്കിയിടരുത്. പോർക്ക് ആദ്യം നമ്മൾ ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ച് അതിൻ്റെ ഒന്ന് ഫ്രൈ ആക്കിയിടണം ചെറുതായിട്ട്. എന്നിട്ട് ഇതിലേക്കിടുക. അങ്ങനെ ചെയ്യുന്നത് തരുതാ, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ സാധാരണ പോലെ നമ്മൾ ഈ ഇറച്ചി ഇങ്ങനെ കുറച്ച് ആറിലിട്ടിട്ട് കഴിക്കുന്ന പോലെ ആയിരിക്കും, ഗുളുഗുളിങ്ങനെ ആയിരിക്കും. നല്ല ഉള്ളു കഷ്ണം ഉണ്ടാവും വേണം അതിൽ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പണ്ട് അച്ഛൻ വെച്ചിട്ടുണ്ട് കടച്ചക്ക പോർക്ക്. നമ്മുടെ ഉണക്കമീൻ മൊരിഞ്ഞ് തരുതേ. ഉണക്കമീൻ കണ്ട നല്ലപോലെ മൊരിഞ്ഞു. നമ്മൾ നമ്മുടെ ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഷൂട്ട് ചെയ്ത വീഡിയോ ഏതായിരുന്നു അറിയും? ഏതാ? ചക്കയും പോർക്കല്ലേ? അത് നമ്മൾ ഇതുവരെ എന്നിട്ട് ഇട്ടിട്ടില്ലല്ലോ. അല്ല അവിടെ ഇല്ല, എന്തോ ഉണ്ട്, എനിക്കറിയില്ല. ഇന്നലെ നമ്മൾ നമ്മുടെ അച്ഛൻ്റെ വെപ്പത് അത് ഷൂട്ടിങ് എല്ലാതും കഴിഞ്ഞ് ഏതാണ്ട് അവസാനം ആവാറായപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുത്തണ ഒരു മൈക്കായിരുന്നു. അതിൻ്റെ വയറുള്ളത് അറ്റം ഫോണും കുത്തും, ഈ ഹെഡ്ഫോൺ പോലെ ഫോണും കുത്തും. അങ്ങനത്തെ ഇവിടെ കുത്തണ കോളർ മൈക്ക് പോലത്തെ അങ്ങനത്തെ മൈക്കായിരുന്നു അന്ന് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വയറ് ഫുൾ ടൈം വീഡിയോയിൽ കാണണു എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ അത് വേണ്ടാന്ന് വെച്ചു. ആ വീഡിയോ വേണ്ടാന്ന് പറഞ്ഞു. അത് ഫുൾ ടൈം എന്തൊരു അരോചകമായിട്ട് ഇങ്ങനെ വയറ് ടൈം ഒന്നല്ല, ഇടയിൽ ഒരു 2-3 സ്ഥലത്ത് ഈ ഷർട്ടിന്റെ ബനിയന്റെ ഉള്ളിൽ കൂടി എടുത്തിട്ടാണ് ഇവിടെ കുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എവിടെയോ ഒരു സ്ഥലത്ത് മാത്രം അത് പുറത്തേക്കൊന്നും ഇത്തിരി സമയത്താ കണ്ടിട്ടുള്ളൂ. അത് ആ പേരില് അത് ആ വീഡിയോ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അത് ഇട്ടില്ല, ഞങ്ങൾ അതിരുന്ന് കഴിച്ചു. എന്നിട്ട് അച്ഛൻ അന്നത് വെക്കിട് കണ്ടപ്പോൾ ആ വെപ്പ് രീതി കണ്ടിട്ട് ഇത് എങ്ങനെ തിന്നാനാ, ഇത് വല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞത് നമ്മള് അല്ലേ. പക്ഷെ അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ചീഞ്ചട്ടി ചേട്ടൻ കഴുകി വെച്ചാണോ? മതി, വെറുതെ കഴുകിയാൽ മതി. കടച്ചക്ക ഉപ്പേരി കാച്ചാൻ വേണ്ടിയിട്ടേ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതാ. ചാറും തോരമണി കൂടുതലാക്കാട്ടാ, പക്ഷെ നല്ല രസം. ഭയങ്കര കട്ടിയാ. ഇത് നല്ല കട്ടിയില്ലേ, കറക്റ്റ് നല്ല ഇറച്ചി കൂട്ടാൻ പോയിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് വയ്ക്കുന്നു. മീനായ ചേട്ടൻ്റെ അതായി, അതെടുക്കാൻ വേണ്ടോ, ഒക്കെ സെറ്റായി. ഈ മുള്ളൻ്റെ തലയുണ്ടല്ലോ, ഈ വറുത്ത ഈ തല എടുത്തിട്ട് ചുമന്നുള്ളി പച്ചമുളകും പുളിയും ചേർത്തിട്ട് അങ്ങോട്ട് അരച്ച് കഴിഞ്ഞാൽ അടിപൊളി ചമ്മന്തി. നല്ല ടേസ്റ്റാ ചമ്മന്തി. ഉപ്പ് ചേർക്കണ്ട, ഉപ്പ് അതിലുണ്ടാവും. വെളിച്ചെണ്ണ ഒഴിച്ചു കൂട്ടാ. ഇതിലേക്ക് കുത്തിപ്പൊടി മുളക് ഇട്ടുകൂട്ടാ. വീണ്ടും വേപ്പില നല്ല ഭംഗിയിൽ കാണും. ചുമക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. മാറുന്നോ? കഞ്ഞി വിളമ്പിക്കോ? കഞ്ഞിയല്ല കുടിക്കണം. കഞ്ഞി ചോറാ? ചോറ്. കഞ്ഞി ചോറൊക്കെ ജഗ്ഗുവിന് കഞ്ഞി വിളമ്പ. അവനിപ്പോൾ വിളമ്പണ, അവന് വെള്ളത്തിൽ ചാടാൻ പോവാന്ന് പറഞ്ഞ. അവന് ആദ്യം കുറേ സമയം വെള്ളത്തിൽ മുങ്ങി കിടക്കാൻ പറ്റി തുടങ്ങും. അന്ന് മറ്റേ പ്രേമേട്ടനും അവരൊക്കെ വന്നിട്ട് പ്രേമേട്ടന് കുറേ സമയം വെള്ളത്തിൽ മുങ്ങി കിടക്കാൻ പറ്റും. എന്നിട്ട് എല്ലാവരും മുങ്ങിയിട്ട് ചാലഞ്ച് ചെയ്തിട്ട് ജഗ്ഗുവാണ് ഫസ്റ്റ് അടിച്ചത്. പ്രേമേട്ടനെ വരെ അവൻ തോൽപ്പിച്ചു. ഇപ്പോൾ ജഗ്ഗുവിന് ഒന്ന് മുങ്ങി വരുമ്പോഴത്തേക്കും തന്നെ വീർപ്പ് കൂട്ടുക. കുറേ നാൾ വെള്ളത്തിൽ ഇറങ്ങാണ്ടിരുന്നിട്ടേ. അപ്പോൾ അവന് ഇനി എന്നും ഇറങ്ങിയിട്ട് പ്രാക്ടീസ് ചെയ്ത് ഇനി എന്നാണ് ഇനി അധോലോകം ഇങ്ങോട്ട് വരാമെന്നറിയില്ല. അപ്പോൾ അന്നും ഈ വെള്ളത്തിൽ മുങ്ങിയിട്ടുള്ള മത്സരം നടത്തേ. അപ്പോൾ എനിക്ക് ഈ പ്രേമനങ്കിളിനെ തോൽപ്പിക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എപ്പോഴും വെള്ളത്തിൽ. ഇപ്പം ഇന്നലെ വൈകുന്നേരം
കുറച്ച് നേരം മുങ്ങിയെടുക്കണ്ടായിരുന്നു. ഇപ്പം ഇന്നും ദേ അതിൽ ചാടാൻ പോവാം. അപ്പോൾ ചാടണേൽ മുന്നേ ഒന്ന് കുളിച്ചിട്ട് ചാടണം എന്ന് പറഞ്ഞിട്ട് കുളിക്കാൻ കയറിയേക്കാൻ. ഈ പൂളിലത്തെ വെള്ളം നാശാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ വീട്ടിൽ വന്ന് കുളിച്ചിട്ട് വേണം അതിലേക്ക് ഇറങ്ങണമെങ്കിൽ. കാരണം ഫിൽട്ടർ ചെയ്ത വെള്ളമാണല്ലോ, ഞാൻ നാശാക്കണ്ടല്ലോ. ഞാനും ജഗും മാത്രമാണ് കുടിക്കുന്നത്. എന്നാലും ഇതായിട്ടാ ഇത് നല്ല പോലെ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് മുളക് ഉള്ളിയൊക്കെ മൂത്തു ഇടും. കുറച്ചും കൂടി ഇടരുത്. സൂപ്പർ കൂട്ടാനാണത്. എന്നിട്ട് ചേട്ടൻ ഇഷ്ടമില്ലാത്ത ഞാൻ കഴിക്കണം വേണമെങ്കിൽ അതിലേക്ക് തന്നെ കൂട്ടാൻ മാറ്റാം. ഒന്നുകിൽ എന്നിട്ട് ഇതിൽ മറ്റേ കൂട്ടാൻ കാച്ചാം. അല്ലെങ്കിൽ കാച്ചാനായിട്ട് വേറെ പാത്രം എടുക്കാം, വേറെ ചെയ്തിട്ട് എടുക്കാം. മറ്റേ മരത്തിൻ്റെ പിടിയായിട്ടുള്ള ഇരുമ്പിൻ്റെ ഇതോ അതാ കാച്ചി ഒഴിക്കാൻ എളുപ്പം. അതിൽ ഉപ്പുണ്ടോ നോക്കിയാ? കറക്റ്റാ അല്ലേ? അടിപൊളി കൂട്ടാൻ. അപ്പോൾ സൂപ്പർ സാധനം. ഞാൻ ശരി നീ ശരി ഞാൻ മതി. അല്ല ഓ ഇത്ര പെട്ടെന്ന് അടിയിലേക്ക് പിടിച്ച് തുടങ്ങിയപ്പോഴേക്കും അത് പഠിച്ചെടുക്കാം. ആഹാ എന്തിട്ടാ കൂട്ടാൻ, ഇടിവെട്ട് സാധനം. തുടങ്ങിക്കോ. നമ്മുടെ വറുത്തരച്ച കൂട്ടാൻ കാച്ചാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു. ഉള്ളി കാച്ചാൻ കട്ടയിൽ ഇതിലേക്ക് ഞാൻ ഇത്തിരി വെള്ളം തിളപ്പിച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടാ. അല്ലെങ്കിൽ രസം ഉണ്ടാവില്ല, ഉപ്പേരി പോലെ ഇരിക്കും. കൂട്ടാനേ ഇതിൽ ഇത് കട്ടയായി. അത് കാരണം കൊണ്ട് ഞാൻ ഇത്തിരി വെള്ളം തിളപ്പിച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇതിലേ കണ്ട കട്ടയിൽ നിന്നിട്ട് കൂട്ടാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഇറച്ചി കൂട്ടാൻ പോലെ എന്തൊരു ഭംഗി. അത് ചട്ടിക്ക് നല്ല കനുണ്ടല്ലോ. ചട്ടിക്ക് നല്ല കനല്ല, ചട്ടിക്ക് നല്ല ചൂടുണ്ടല്ലോ. അതാണ് കൂട്ടാൻ ചാറ് പറ്റിയത്. അതിട്ട് കുത്തി ഇളക്കിയ ഞാൻ വെറുതെ ഇളക്കിയിട്ടല്ലോ, കുത്തി ഇളക്കി. അതിന്റെ മേലെ ഇങ്ങനെ കിടക്കണം. അപ്പൊ വെള്ളം ഒഴിക്കുമ്പോഴോ? വെള്ളം ഒഴിക്കുമ്പോഴോ അത് അങ്ങനെ മേലെ കിടന്നോളും. മതി വെള്ളം. ലോഡ് വെള്ളമായി. ഉപ്പയിലുണ്ടെന്നല്ല പറഞ്ഞേ? ഉപ്പിട്ടുണ്ട്. ഇത്രയ്ക്ക് വെള്ളം ഒഴിക്കണ കാരണം തരിയും കൂടി ഉപ്പിടാം. ഞാനേ ചോറ് വിളമ്പി കണ്ട, ചോറ് വിളമ്പി അതിൻ്റെ തലയ്ക്ക് നമ്മുടെ ഉപ്പേരി കൂട്ടാൻ. ഇത് ചേട്ടൻ കണ്ണ് നേരെ കണ്ടുകൂടാത്ത കൂട്ടാനാട്ടത്. അസാധ്യമായ ഒരു കൂട്ടാനാണ്. കഴിച്ചപ്പോഴാണ് മനസ്സിലായത്. കടച്ചക്ക മേടിച്ചോണ്ടിരാൻ പറഞ്ഞു കഴിഞ്ഞാൽ മേടിച്ചോണ്ടിരില്ല. ഇനി നമ്മുടെ നോക്കിയേ ഉണക്കമീൻ വലുതെടുക്കണം, ചെറുതെടുക്കണം. ഇഷ്ടമായി ചേട്ടന് വലുതെടുക്കുള്ളൂ. അതീ സൈഡിലുള്ള കാരണം വലുതെടുത്തത്. എന്താ നീ കൂട്ടാനിലേക്ക് ചെറുതാണ് എടുക്കണം, ചേര 2 എടുക്കും. അപ്പൊ അതിനേക്കാൾ വേദ ചേട്ടൻ വലുതെടുത്തോട്ടെ. ഇത് വെള്ളം തിളച്ചു. അത് ഇളക്കിയ ഇപ്പം ഇളക്കണ്ട വന്നു. ശരി, നേരത്തെ എന്നോട് ഇളക്കിയ മാപ്പ് പറയല്. സോറി. മതി, ചാറ് കൂടിയിട്ട് തരുതേ. സാറില്ല, അത് ഇനി ഉച്ചയാകുമ്പോഴത്തേക്ക് ഒന്നുകൂടി കട്ടായി വരുന്നു. ഞാൻ ചാറ് എടുത്ത് എനിക്ക് ഒഴിക്കുന്ന കേട്ടാ. ഇവിടെ നിന്നിട്ട് തന്നെ കഴിക്കാൻ പോണം. കുടിക്കണില്ലേ നേരെ നീ പറമ്പിലേക്ക് പോകണം. നാളെയാണ് ഞായറാഴ്ച. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ഞായറാഴ്ച ഒരാഴ്ചത്തെ സമയം കൊടുത്തു. എന്നിട്ട് ഒരു ജപ്പാൻകാരൻ്റെ ഒരു വായ കൊള്ളാത്ത പേര് പറഞ്ഞിട്ട് അയാളുടെ കൃഷി രീതിയാണ് അവലംബിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് ആ കാട് പിടിച്ച് കൊടുക്കലായിരുന്നേ. അതന്നെ ആ വാതി തന്നെ. അതെ, ഇനി നാളെ ഞാൻ വന്നിട്ട് നോക്കട്ടെ എന്തോരം. ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഒരാഴ്ച കൊണ്ട് നീ നോക്കിക്കോ ഒരേ മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. എനിക്ക് കടച്ചക്കോട് ഇഷ്ടമില്ലാണ്ട് എന്തുവാന്നറിയോ? എന്റെ മറുപടി അല്ല, ഞാനത് കേട്ടു, നീ പറഞ്ഞത് കേട്ടു. കടച്ചക്കോട് ഇഷ്ടമില്ലാണ്ടിരുന്നത് പണ്ട് അമ്മ കടച്ചക്കാരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ കടച്ചക്ക കിട്ടിയാലും അമ്മ വാങ്ങിച്ചു കൊണ്ടിരിക്കും. അമ്മ കൂട്ടാൻ വയ്ക്കുന്നത് തൊലി ചെത്തി 4 വെട്ട് 15 കഷ്ണം, എന്നിട്ട് അതാണ് ഉപ്പേരി വയ്ക്കുക. ആ ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ ഓരോന്ന് അറിയാലോ, ഓരോന്നും മറ്റേ ഈ പണ്ടത്തെ ശർക്കര അച്ച് കണ്ടോ, വലിയ അച്ച് അതുപോലത്തെ കഷ്ണങ്ങളായിരിക്കും. ആ സാധനമാണ്. അങ്ങനെ അതുകൊണ്ടാണ് അതിനോട് നമുക്ക് കടച്ചക്കോട് വെറുപ്പ് പോയത്. ചെറുപ്പം കുഞ്ഞിതായിരിക്കുന്ന ടൈമിൽ കേട്ടോ. പണ്ട് കാലത്തെ കാര്യമാണ് പറയണത്.
സരിത അത്രയധികം പേർക്ക് ഇങ്ങനെ ഇരുന്ന് അരിയാനായിട്ട് ഇവിടെ നിന്ന് സമയം. സരിത ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ നമുക്ക് അത്രയും നമ്മുടെ ഈ സാധാരണ വരിക്ക് ചക്കയില്ലേ അതിനേക്കാളും ടേസ്റ്റാണ് ഈ സാധനം. ഭയങ്കര ടേസ്റ്റാണ്. ചോറ് കൂട്ടി എനിക്കിപ്പോൾ മനസ്സിലായി ഷൈൻ എന്തുകൊണ്ടാണ് ഇതിനെ അത്ര ഇഷ്ടപ്പെടുന്നത് മനസ്സിലായി. ഇനി കടച്ചക്ക കണ്ടാ മേടിച്ചിട്ട് വരും. മസാല കൂടാൻ എനിക്ക് അത്ര ഇഷ്ടമില്ല. എനിക്ക് മസാല അങ്ങനത്തെ കൂട്ടാനുകൾ വറുത്തരച്ചേക്കുന്ന കൂട്ടാനുകളൊന്നും ചേട്ടൻ ഇഷ്ടമില്ല. ഉരുളക്കിഴങ്ങ് സബോളയും നമ്മൾ വറുത്തരച്ചേക്കില്ല, അതൊന്നും ഇഷ്ടമില്ല. ഉണക്കമീൻ കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളി. ഇത് കടച്ചക്ക വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും വീടുകളിൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും. അത് ഒരു പകുതി ഒരു 60-65% എടുത്ത് ഉപ്പേരി, ബാക്കി ഒരു 35% കൊണ്ട് വറുത്തരച്ച് വയ്ക്കുക. അപ്പോൾ ആ ദിവസത്തെ കൂട്ടാൻ പണി കഴിഞ്ഞല്ലോ ഒറ്റടിക്ക്. അല്ലെങ്കിൽ ഈ ഒരു കഷ്ണം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വേറൊരു ഉപ്പേരിക്ക് തികയൂലിയ, അത് ഫ്രിഡ്ജിലിരുന്ന് നാശമായി പോകും. കയ്യോടെ കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പണി കഴിഞ്ഞു. അനിലൻ ചേട്ടൻ്റെ വീട്ടിൽ നമ്മൾ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് 5 കൊല്ലം അവിടെ നിന്നല്ലോ. അപ്പോൾ ഞങ്ങളുടെ കല്യാണം 2003 കഴിഞ്ഞിട്ട് 2005 ജനുവരിയിലായിരുന്നു സജീവൻ്റെ കല്യാണം. അപ്പോൾ അതുവരെ സജീവൻ ഇങ്ങനെ ഓൾറൗണ്ടറാണ്. കല്യാണം കഴിഞ്ഞോട് കൂടി പിന്നെ സജീവൻ വാനിഷായി. അതുവരെ സജീവൻ എപ്പോഴും ഇങ്ങനെ കാണാം. അപ്പോൾ അവൻ ചോറ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 വീടുകൾ പണി കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ വലിയേട്ടൻ, ചെറിയേട്ടൻ, അല്ലഞ്ഞേട്ടൻ, ഷാൻചേട്ടൻ 4 വീട്ടിലും നടക്കും. അപ്പോൾ 4 വീട്ടിൽ നിന്നും കൂട്ടാനെടുത്തിട്ടാണ് ചോറിന് നടന്നിട്ടാണ് അവൻ്റെ ചോറുണ്ണൽ. അപ്പോൾ അവങ്ങനെ കൂട്ടാനെ ഭയങ്കരമായിട്ട് വിമർശിക്കും. കളിയാക്കാന്ന് പറഞ്ഞാൽ നമ്മളെ കളിയാക്കി കൊല്ലും. കൂട്ടാന് ടേസ്റ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഭയങ്കരമായിട്ട് കളിയാക്കും. ഇവിടെയുള്ള എല്ലാവരും കളിയാക്കണതിൽ PhD എടുത്തോരാ ബോഡി ഷേമിങ്ങിലും. എന്നിട്ട് കൂട്ടാൻ പക്ഷെ നന്നായാലും നമ്മളെ നന്നായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ. നന്നായിട്ടുണ്ടെന്ന് തന്നെ പറയും. അപ്പോൾ അവനാണ് ഒരു പ്രാവശ്യം ഇങ്ങനെ നമ്മളിങ്ങനെ ഉപ്പേരികൾ വെക്കില്ലോ അരിഞ്ഞിട്ട്. അപ്പോഴാണ് അവനാണ് പറഞ്ഞത് ആദ്യമായിട്ട് മാക്സിമം നമ്മൾ ചെറുതാക്കി നുറുക്കും തോറും ഉപ്പേരി കൂട്ടാൻ ടേസ്റ്റ് കൂടും. കാരണം വലുതാക്കുമ്പോൾ അതിലേക്ക് ഉപ്പും മുളകും ഒക്കെ പിടിക്കൽ കുറയുമല്ലോ. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാവും തോറും അത് അതിലേക്ക് നന്നായിട്ട് പിടിക്കും. അപ്പോൾ ടേസ്റ്റ് കൂടുന്നു. അപ്പോൾ സീമ ചേച്ചി പൊടിയായിട്ട് ഇങ്ങനെ അരിഞ്ഞ് കൂട്ടാൻ വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ നല്ല രസം. അപ്പോൾ ഞാനും അതിന് ശേഷം അരിയുമ്പോൾ ചെറുതാക്കി അരിയും. അങ്ങനെയാണ് ഈ കടച്ചക്കൊക്കെ ഇങ്ങനെ ചെറുതാക്കി അരിയാൻ. അതാണ് ഈ പറഞ്ഞു തരുന്നത്. ഈ ഉരുളക്ക് ഭയങ്കര ടേസ്റ്റാണ്. അത് ഉണക്കമീൻ്റെ ഒരു ചെറിയൊരു പീസ് കൂടി വെച്ചിട്ടുണ്ട്. മനസ്സിലായ അല്ല എല്ലാം കൂടി ചേർന്ന് ഒരു അവിഞ്ഞ ടേസ്റ്റായി. ഓരോ ബൈറ്റിലും വേറെ വേറെ ടേസ്റ്റ്. ഉള്ളിലടിക്കുമ്പോൾ ഉപ്പേരിയുടെ അതിൻ്റെ ഉണക്കമീൻ്റെ ഒക്കെ കുറച്ചും കൂടി ഉപ്പേരി കേട്ടോ. നിജക്ക് കുളി കഴിഞ്ഞ് വന്നിട്ട് കഞ്ഞി കുടിക്കും. സരിത കുളിച്ചിട്ട് വേണം എനിക്ക് കടയിൽ പോകണമെന്ന്. ഞാൻ ഇത് പറമ്പിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നിർത്താട്ടാ. അടിപൊളി കൂട്ടാട്ടാ. നിങ്ങൾ കടച്ചക്ക കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും തന്നെ ചേട്ടൻ പ്രിയപ്പെട്ടവരെ നമസ്കാരം പറയാറില്ല എന്നോണം. ബൂവ് കേട്ടോ അതിനു വേണ്ടി കേട്ടോ. മതി നീ നിനക്കുണ്ടാവില്ലേ. അപ്പോൾ നിർത്താട്ടാ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.